പെൻഷൻ പണം തട്ടിയെടുക്കുന്നവർ. ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ വിജിലൻസ് അന്വേഷണത്തിന് ധനവകുപ്പിന്റെ നിർദ്ദേശം. കോട്ടക്കൽ നഗരസഭയിലെ 7ാം വാർഡിൽ പെൻഷൻ വാങ്ങുന്ന 42-ൽ 38 പേരും അനർഹരെന്ന് കണ്ടെത്തി. BMW കാറുള്ളവരും ആഡംബര വീടുകളുള്ളവരും പെൻഷൻ വാങ്ങുന്നുണ്ട്. പെൻഷൻ പട്ടികയിൽ സംസ്ഥാന വ്യാപക പരിശോധന നടത്താനും നിർദ്ദേശമുണ്ട്. ക്ഷേമ പെൻഷൻ തട്ടുന്ന സർക്കാർ ഉദ്യോഗസ്ഥരെ കണ്ടെത്താനുള്ള ധനവകുപ്പിന്റെ തുടർ പരിശോധനയിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നത്. കോട്ടക്കൽ നഗരസഭയിലെ 7ാം വാർഡിൽ 4 പേർ മാത്രമാണ് പെൻഷന് അർഹതയുള്ളവർ. ലക്ഷങ്ങൾ വിലയുള്ള BMW കാറുള്ളവരും എയർ കണ്ടീഷണർ ഉൾപ്പെടെയുള്ള ആഡംബര വീടുകളിൽ കഴിയുന്നവരും 1600 രൂപ പ്രതിമാസ പെൻഷൻ വാങ്ങുന്നുണ്ട്. ഭാര്യയും ഭർത്താവും സർവീസ് പെൻഷൻ വാങ്ങുന്നവരും ക്ഷേമ പെൻഷൻ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. മലപ്പുറം ധനകാര്യ പരിശോധനാ വിഭാഗം നടത്തിയ അന്വേഷണത്തിലാണ് ഇക്കാര്യങ്ങൾ കണ്ടെത്തിയത്. കോട്ടക്കൽ നഗരസഭയിലെ മുഴുവൻ സാമൂഹ്യ സുരക്ഷാ ഗുണഭോക്താക്കളുടെയും പട്ടിക വീണ്ടും പരിശോധിക്കും. ബാങ്ക് അക്കൗണ്ട് വഴി ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നവരുടെ അർഹത സംബന്ധിച്ചും പരിശോധനയുണ്ടാകും. അനർഹർ പട്ടികയിൽ ഉൾപ്പെട്ടതിനു പിന്നിൽ ഉദ്യോഗസ്ഥരുടെ സഹായമുണ്ടെന്നും ധനവകുപ്പ് തിരിച്ചറിയുന്നു. അതിനാലാണ് വിജിലൻസ് അന്വേഷണ ശുപാർശ. പെൻഷൻ അർഹത സംബന്ധിച്ച അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥർ, വരുമാന സർട്ടിഫിക്കറ്റ് നൽകിയ റവന്യൂ ഉദ്യോഗസ്ഥർ, പെൻഷൻ അനുവദിച്ചവർ എന്നിവർക്കെതിരെ അന്വേഷണമുണ്ടാകും. വകുപ്പ് തലത്തിലും ഇവർക്കെതിരെ നടപടിയുണ്ടാകും. അന്വേഷണ പുരോഗതി കൃത്യമായി അറിയിക്കാനും ധനമന്ത്രി KN ബാലഗോപാൽ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി. എന്തായാലും തെറ്റായ രേഖകൾ ചമയ്ക്കുകയോ തെറ്റായ കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് വളരെ ഗുരുതരമായ പ്രശ്നം തന്നെയാണ്. അതിന് യാതൊരു തർക്കവുമില്ല. പക്ഷെ അത് പരിശോധിച്ച് ഓരോ വകുപ്പുകളിലേക്കും ഉള്ളത് അയച്ചു കൊടുക്കുക. അതിന്റെ ഇൻസ്പെക്ഷന്റെ ഭാഗമായിട്ട് വന്ന വിവരമാണ്. അവരത് നോക്കണം. അതിന്റെ ഇനിയിപ്പോൾ എന്തെങ്കിലും അതിനകത്ത് പരിശോധിക്കാനുണ്ടോ നോക്കണം. പിന്നെ ഈ ആളുകളോട് വിശദീകരണം ചോദിക്കണം. കാര്യങ്ങൾ വേണം. അങ്ങനെ ഒരു നടപടിക്രമമല്ലേ ഇത്. അതത് വകുപ്പുകളോടാണ് അത് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതങ്ങോട്ട് കൈമാറാൻ വേണ്ടി ഫയൽ പോയിട്ടുണ്ട്. അപ്പൊ അതിൽ ഒരു നടപടി കൃത്യമായി ഉണ്ടാകുന്നു എന്ന് ധനവകുപ്പ് അതിന്റെ തുടർച്ചയായിട്ട് ആ കാര്യം ഉറപ്പുവരുത്തും. ന്യൂസ് 18 തിരുവനന്തപുരം. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അപേക്ഷകളുടെ യോഗ്യതാ നിബന്ധനകൾ പരിശോധിച്ച് ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കുന്നതിൽ സംഭവിച്ച വീഴ്ചയാണ് വൻ ക്രമക്കേടിന് വഴിവെച്ചത്. 2017-നും 2020-നും ഇടയിൽ 9021 പേർ ചട്ടവിരുദ്ധമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയതായാണ് CAG റിപ്പോർട്ടിലെ കണ്ടെത്തൽ. യോഗ്യതയില്ലാത്തവർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ക്രമരഹിതമായി വിതരണം ചെയ്തതിലൂടെ സർക്കാർ ഖജനാവിന് വൻ നഷ്ടമുണ്ടായതായും CAG റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ഉപജീവനത്തിന് മറ്റ് മാർഗങ്ങൾ ഇല്ലാത്തവർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനുവദിക്കാവൂ എന്നാണ് ചട്ടം. ഇതിന് സർക്കാർ മുമ്പോട്ട് വെച്ചിട്ടുള്ള വ്യവസ്ഥകൾ ഇങ്ങനെ. അപേക്ഷകൻ കേന്ദ്ര സർക്കാരിൽ നിന്നോ മറ്റ് സംസ്ഥാന സർക്കാരുകളിൽ നിന്നോ ശമ്പളം, പെൻഷൻ, കുടുംബ പെൻഷൻ എന്നിവ സ്വീകരിക്കുന്ന ആളായിരിക്കരുത്. കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് വിരമിച്ച ആളായിരിക്കരുത്. പെൻഷൻ, കുടുംബ പെൻഷൻ തുടങ്ങിയവ സ്വീകരിക്കുന്ന ആളാകരുത്. ഇതിനു പുറമെ ആദായ നികുതിദായകനാകരുത് എന്നും സർക്കാർ നിഷ്കർഷിച്ചിട്ടുണ്ട്. എന്നാൽ വ്യവസ്ഥകൾ ഇങ്ങനെയായിരിക്കെ സർക്കാർ ജീവനക്കാരോ സർവീസ് പെൻഷൻകാരോ താൽക്കാലിക ജീവനക്കാരോ ആണെന്ന വസ്തുത മറച്ചുവെച്ച് നിരവധി പേർ ക്രമരഹിതമായി ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളായി അംഗീകാരം നേടി സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് CAG റിപ്പോർട്ടിലെ പരാമർശം. 2017-നും 2020-നും ഇടയിൽ സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും പട്ടിക സംബന്ധിച്ച ഡാറ്റയുമായി സേവന പെൻഷൻ സോഫ്റ്റ്വെയറിന്റെ ലഭ്യമാക്കിയ ഡാറ്റ താരതമ്യം ചെയ്തതിലൂടെ 9201 സർവീസ് പെൻഷൻകാരും സർക്കാർ ജീവനക്കാരും ക്രമരഹിതമായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റിയതായാണ് കണ്ടെത്തൽ. ഇതിലൂടെ 39.27 കോടി രൂപയാണ് സർക്കാർ ഖജനാവിൽ നിന്ന് അനാവശ്യമായി ചെലവായത്. 2000 മുതലുള്ള ക്രമവിരുദ്ധമായ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം കണക്കിലെടുക്കുകയാണെങ്കിൽ സർക്കാരിനുണ്ടാകുന്ന നഷ്ടം വളരെ വലുതായിരിക്കും. ഡാൻ കുര്യൻ, ന്യൂസ് 18 തിരുവനന്തപുരം.